ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. പ്രിയ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് അദ്ദർസുർ റാബി അഷർ, 14ാമത്തെ പാഠം. ഓക്കെ, ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തേത് മഫ്ഊൽ മുത്തലഖാണ്. നമ്മൾക്കറിയാം, ഒരു പ്രവൃത്തി, ക്രിയ, അതിനെ പറയും ഫിഅൽ എന്നാണ്. ആ പ്രവൃത്തി ചെയ്ത ആൾ ഫായിലാണ്. ആ പ്രവൃത്തി ആരിലേക്കാണോ ബാധിച്ചത് അത് മഫ്ഊൽ ബിഹിയാണ്. ഇനി മഫ്ഊൽ മുത്തലഖ് നമുക്ക് ചെറിയ രീതിയിൽ വരുന്ന പാഠത്തിലുണ്ട്. അതായത് ഒരു വാചകത്തിലെ ക്രിയയെ ഊന്നി പറയുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ രൂപമോ എണ്ണമോ വിവരിക്കുന്നതിനോ വേണ്ടി ആ ക്രിയാധാതുവിൽ നിന്ന് തന്നെ രൂപം കൊള്ളുന്നതും ക്രിയയ്ക്ക് ശേഷം വരുന്നതുമായ മൻസൂബായ നാമമാണ് മഫ്ഊൽ മുത്തലഖ്. നമ്മൾ മൻസൂബായ നാമമാണ് മഫ്ഊൽ ബിഹി, അല്ലേ? നസ്ബ് ചെയ്തത് മഫ്ഊൽ മുത്തലഖും മൻസൂബാണ്. ഉദാഹരണം നോക്കാം. ലഇബ ഹസനു ലഇബൻ. ഹസൻ ഒരു കളി കളിച്ചു. ലഇബ ഫിഅലാണ്, കളിച്ചു. ആരാ കളിച്ചത്? ഹസനുൻ. ഹസനാണ് കളിച്ചത്, ഹസനുൻ. ഓക്കെ, അപ്പോൾ അവിടെ ഫിഅലും ഫായിലുമായി. ലഇബൻ മഫ്ഊൽ ബിഹി കണ്ടോ? മൻസൂബായ ഒരു നാമം മഫ്ഊൽ ബിഹി അല്ല, മഫ്ഊൽ മുത്തലഖ്. ഓക്കെ, ലഇബ എന്ന ക്രിയയിൽ നിന്ന്, അതിൻ്റെ ക്രിയാധാതുവിൽ നിന്ന് രൂപം കൊണ്ട ഒരു നാമം ലഇബൻ, ഒരു കളി. അതുപോലെ അടുത്ത് നോക്കിയേ. യഷ്റബു തിഫ്ലു അല്ലബന ഷുർബൻ. കുട്ടി പാൽ ഒരു കുടി കുടിക്കുന്നു. യഷ്റബു എന്നുള്ളത് ഫിഅലാണ്, അത്തിഫ്ലു ഫായിലാണ്, അല്ലബന അതാണ് മഫ്ഊൽ ബിഹി. ആ ക്രിയ ബാധിച്ചിരിക്കുന്നത് എന്തിലേക്കാണോ അതാണ് മഫ്ഊൽ ബിഹി. ഇനി ഷുർബൻ എന്നൊരു വാക്കും കൂടിയുണ്ട്. ഷുർബൻ, ഷരിബ, യഷ്റബു, അതിൽ നിന്നുണ്ടായ ഒരു മൻസൂബായ ക്രിയാധാതുവിൽ നിന്ന് രൂപം കൊണ്ട മൻസൂബായ ഒരു നാമം, ക്രിയയോട് സാധ്യമുള്ളത്. ഷുർബൻ, ഒരു കുടി, അതാണ് മഫ്ഊൽ മുത്തലഖ്. അടുത്തത് അഷ്കുറുക്ക ശുക്രൻ. ഞാൻ നിന്നോട് ഒരു നന്ദി പറയുന്നു. അഷ്കുറുക്ക, അഷ്കുറു എന്നുള്ളത് ഫിഅലാണ്. പിന്നെ ഞാൻ എന്ന ഒരു ഫായിൽ അതിൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, പിന്നെ ഖ എന്നുള്ളത് മഫ്ഊൽ ബിഹിയാണ്, നിന്നോട്, അത് മഫ്ഊൽ ബിഹിയാണ്. ശുക്രൻ, ഒരു നന്ദി. ശുക്രൻ സാധാരണ നമ്മൾ ശുക്രൻ എന്ന് തന്നെയാണ്, അല്ലേ? മഫ്ഊൽ മുത്തലഖ് മാത്രമായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്, മറ്റേതെല്ലാം കളഞ്ഞിട്ടാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ശുക്രൻ എന്നുള്ളത് മഫ്ഊൽ മുത്തലഖാണ്, അത് മനസ്സിലാക്കി വെക്കാം. അൻത എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ, മുന്നിൽ നിൽക്കുന്ന സെക്കൻഡ് പേഴ്സണാണ്. നീ ഒരു പുരുഷൻ, അതിൻ്റെ ബഹുവചനമാണ് അൻതും, നിങ്ങൾ കുറേ പുരുഷന്മാർ. മൻ അൻതും, നിങ്ങൾ ആരാണ്. ഇനി ഇത് ലൊമീർ മുൻഫസിലാണ്, ഒറ്റയ്ക്ക് നിൽക്കുന്ന ലൊമീറാണ്. ഇനി അറ്റാച്ച്ഡ് പ്രൊനൗൺ അഥവാ ലൊമീർ മുത്തസിലാക്കുമ്പോൾ സാധാരണ നിൻ്റെ എന്ന് പറയുമ്പോൾ ഖ എന്നാണ് വരിക. നിങ്ങൾ കുറേ പുരുഷന്മാരുടെ എന്ന് പറയുമ്പോൾ ഖും എന്നാണ് വരിക. ഓക്കെ, ബൈത്തുക്കും, ബൈത്തുഖ എന്ന് പറഞ്ഞാൽ നിൻ്റെ വീട്, നീ ഒരു പുരുഷൻ്റെ വീട്. ബൈത്തുക്കും, നിങ്ങൾ കുറേ പുരുഷന്മാരുടെ വീട്. അയിന ബൈത്തുക്കും യാ ഇഖ്വാനു, ഓ സഹോദരന്മാരെ, നിങ്ങളുടെ വീട് എവിടെയാണ്. ഇനി അന എന്ന് പറഞ്ഞാൽ ഞാൻ, അത് ആണിനായാലും പെണ്ണിനായാലും ആന തന്നെയാണ് ഉപയോഗിക്കുക. നഹ്നു, ഞങ്ങൾ, ബഹുവചനമാണ്, അത് ആണിനായാലും പെണ്ണിനായാലും നഹ്നു ഉപയോഗിക്കുന്നു. ഓക്കെ, നഹ്നു മുസ്ലിമൂന, ഞങ്ങൾ മുസ്ലിങ്ങളാകുന്നു. നഹ്നു മുസ്ലിമാത്തുൻ, ഞങ്ങൾ മുസ്ലിം സ്ത്രീകളാകുന്നു. ഓക്കെ, ഇനി അറ്റാച്ച്ഡ് വരുമ്പോൾ നഹ്നു, അനയും നഹ്നുവും ഒറ്റയ്ക്ക് നിൽക്കുന്ന പ്രൊനൗണാണ്. ലമീർ മുൻഫസിലാണ്. മുത്തസിലാകുമ്പോൾ യാ കൂട്ടുക. ഓക്കെ, എൻ്റെ എന്നർത്ഥം കിട്ടാൻ യാ കൂട്ടുക, ഞങ്ങളുടെ എന്നർത്ഥം കിട്ടാൻ നാ ആഡ് ചെയ്യുക. ബൈത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്. ബൈത്തുന, ഞങ്ങളുടെ വീട്. അല്ലാഹു റബ്ബുന, അള്ളാഹു ആണ് ഞങ്ങളുടെ റബ്ബ്. അൽ ഇസ്ലാമു ദീനുന, ഇസ്ലാമാണ് ഞങ്ങളുടെ ദീൻ. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുന, മുഹമ്മദ് നബിയാണ് ഞങ്ങളുടെ നബി. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്നു ഞങ്ങളുടെ നബി. ദഹബ്ത, ദഹബ്ത എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ പോയി. ദഹബ്തും, നിങ്ങൾ കുറേ പുരുഷന്മാർ പോയി. അയിന ദഹബ്തും യാ അബ്നായി, എൻ്റെ ആൺമക്കളെ, എൻ്റെ മക്കളെ, നിങ്ങൾ എവിടെയാണ് പോയത്. ദഹബ്തു, താക്ക് ദൊമ്മ വന്നു കഴിഞ്ഞാൽ ഞാൻ പോയി എന്ന അർത്ഥം കിട്ടും. ദഹബ്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി എന്നർത്ഥം കിട്ടും. ദഹബ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്ത്രീകൾ പോയി എന്നാണ്. ദഹബ്ന ഒരലിഫ് കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പോയി എന്നായി. ദഹബ്ന. ഇനി ദഹബ്തു, ദഹബ്ന, ദഹബ്ന, ഇതിലൊക്കെ നമ്മൾ അതിനൊക്കെ ശേഷം
ലാഹിറായ ഒരു ഇസ്മ അല്ലെങ്കിൽ മർഫു ആയ ഒരു ഇസ്മ ഫായിലായി വന്നില്ലെങ്കിൽ നമ്മൾ ഫിഅലിൽ നിന്ന് തന്നെ ഫായിലിനെ എടുക്കും. ഓക്കെ, ദഹബ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തു ആണ് അവിടെ ഫായിൽ. ദഹബ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാ ആണ് ഫായിൽ. ദഹബ്ന ആണെങ്കിൽ ന ഫായിൽ. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മംനൂ മിനസ് സർഫുകൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? സ്ത്രീനാമങ്ങൾ അല്ലേ? സ്ത്രീനാമങ്ങൾ തൻവീനിനെ സ്വീകരിക്കുകയില്ല. പിന്നെ പഠിച്ചത് ഫഅലാനു വസ്നിൽ വരുന്ന വിശേഷണങ്ങൾ. പിന്നെ മുഅന്നസുൽ ലഫ്ലി, യഥാർത്ഥത്തിൽ പുരുഷനാമമായിരിക്കും, പക്ഷേ ലഫ്ലിൽ സ്ത്രീനാമം. ഉസാമ, ഹംസ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത വിഭാഗം പഠിക്കുന്നത് അറബിയല്ലാത്ത പേരുകൾ, അനറബി നാമങ്ങൾ. അതെല്ലാം മംനൂ മിനസ് സർഫാണ്. വില്യമു, ബാരിസു, വാഷിങ്ടണു, ഹാമിൽട്ടണു, ലണ്ടനു, പാകിസ്ഥാനു, ഇതെല്ലാം തന്നെ അനറബി നാമങ്ങളാണ്. ഇവ തൻവീനിനെ സ്വീകരിക്കുകയില്ല. പിന്നെ ഒട്ടുമിക്ക പ്രവാചക നാമങ്ങളും അനറബി നാമങ്ങളാണ്. ആദമു, ഇബ്രാഹീമു, ഇസ്ഹാഖു, ഇസ്മായിലു, യാക്കൂബു, ഇതെല്ലാം മംനൂ മിനസ് സർഫുകളാണ്. എന്നാൽ 3 അക്ഷരം എന്നുള്ള അറബി നാമങ്ങൾ അനറബി നാമങ്ങൾ ഇതിൽ പെടുകയില്ല. ഇപ്പം നൂഹുൻ അത് തൻവീനിനെ സ്വീകരിക്കും, 3 അക്ഷരമുള്ള അറബി നാമങ്ങളാണ്. ലൂത്തുൻ, ജുർജുൻ, ജുർജുൻ ഞാൻ ജോർജ്, ഖാനുൻ, ഇതൊക്കെ തൻവീനിനെ സ്വീകരിക്കും. ഇതൊന്നും തന്നെ മംനൂ മിനസ് സർഫുകളല്ല. മുലാഫുകൾ എല്ലായ്പ്പോഴും മാരിഫ ആയിരിക്കും. അലിഫ്ലാം ചേർന്ന് വരണമെന്നൊന്നുമില്ല. മുലാഫിന് എന്തായാലും അലിഫ്ലാം വരികയുമില്ല. എന്നാൽ മുലാഫുകളെല്ലാം തന്നെ മാരിഫ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ നാത്ത് എന്തായിരിക്കും? അതിനെ വിശേഷിപ്പിക്കുന്നത് അഥവാ അതിൻ്റെ സിഫത്ത് അഥവാ നാത്തും മാരിഫ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഉദാഹരണം നോക്കിയേ. ബൈത്തുൽ ഇമാമി അൽ ജദീദു, ബൈത്തുൽ ഇമാമിൽ ജദീദു, ഇമാമിൻ്റെ പുതിയ വീട്. ഇവിടെ ബൈത്തു എന്നുള്ളത് മുലാഫാണ്. അൽ ഇമാമി മുലാഫിൻ ഇലൈഹിയാണ്. ബൈത്തു എന്നതിൻ്റെ ആ നാത്ത് അഥവാ സിഫത്താണ് അൽ ജദീദു എന്നത്. അലിഫ്ലാം ചേർന്ന് വന്നത് കണ്ടോ? ബൈത്തു എന്നത് ഓൾറെഡി മാരിഫയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് അൽ ജദീദു. അത് മാരിഫയായിരിക്കും. ഓക്കെ, ഇനി ബൈത്തുഹുൽ ജദീദു, അവൻ്റെ പുതിയ വീട്. കണ്ടോ, അവിടെ ബൈത്തിനെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അൽ ബൈത്തു അത് മുലാഫാണ്. ഓക്കെ, മുലാഫായതുകൊണ്ട് തന്നെ അൽ ജദീദു അതിൻ്റെ നാത്തും എന്താണ്? മാരിഫയാണ്. മുലാഫ് എപ്പോഴും മാരിഫയായിരിക്കും. ഇനി ശ്രദ്ധിച്ചേ, ബൈത്തുൽ ഇമാമി അൽ ജദീദി, പുതിയ ഇമാമിൻ്റെ വീട്. ഇവിടെ ഇമാമി അൽ ജദീദി, അവിടെ അൽ ജദീദി എന്നത് ഇമാമിനെ വിശേഷിപ്പിക്കുന്നതാണ്. ഇമാമിൻ്റെ നാത്താണ് അൽ ജദീദ് എന്നത്. ഓക്കെ, ആദ്യത്തെ പദത്തിൽ അൽ ജദീദു എന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറാബിൽ ഇമാമിനോട് യോജിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏറാബ് 4 കാര്യങ്ങളിൽ അറിയാമല്ലോ. നാത്ത് 4 കാര്യങ്ങളിൽ മൻഊത്തിനോട് യോജിക്കണം. ഓക്കെ, സെയിം ജെൻഡർ ആവണം, സെയിം നമ്പർ ആവണം, നക്കിറ മാരിഫ സെയിം ആയിരിക്കണം, ഏറാബ് സെയിം ആയിരിക്കണം. ഓക്കെ, അതുകൊണ്ട് അവിടെ ഇമാമി ആദ്യത്തെ പദത്തിൽ അൽ ജദീദു എന്നാണ്. ഓക്കെ, മർഫു ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് ബൈത്തുവിനാണ്, അതിൻ്റെ ബൈത്തു എന്നതിലേക്കാണ് അത് നാത്ത് ചെയ്യുന്നത്. എന്നാൽ 3ാമത്തെ പദത്തിൽ അൽ ജദീദി. ഓക്കെ, രണ്ടും അതേ ഏറാബാണ്. അതുകൊണ്ട് തന്നെ അത് ഇമാമിൽ ജദീദി, പുതിയ ഇമാമിൻ്റെ വീട് എന്ന് നമുക്ക് അർത്ഥം വെക്കാം. ഇനി ഇത് നമുക്ക് സെൻറ്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ നാത്ത് മാറ്റുക. ബൈത്തുൽ ഇമാമി ജദീദുൻ, അലിഫ്ലാം മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുബ്തദ ഖബറാവും. ബൈത്തു മുബ്തദ അൽ ഇമാമി മുളാഫ് ഇലൈഹി ജദീദുൻ ഖബർ, അങ്ങനെ പറയാം. ബൈത്തുഹു ജദീദുൻ, അവൻ്റെ വീട് പുതിയതാകുന്നു. അപ്പോൾ അവിടെ നാത്ത് ഒഴിവാക്കിയിട്ട് അങ്ങനെ മുബ്തദ ഖബറാക്കിയിട്ടും പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് അയ്യു എന്നതിനെ കുറിച്ചാണ്. അയ്യു എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കാനുള്ള ഒരു അദാത്താണ്, ഒരു കലിമയാണ് അയ്യു എന്നുള്ളത്. ഏത് എന്നർത്ഥം. ഓക്കെ, അയ്യു എന്നത് മുലാഫായിട്ടാണ് വരിക. അയ്യുവിന് ശേഷം വരുന്ന നാമം മുദാഫുൻ ഇലൈഹിയാണ്. അയ്യു ബൈത്തിൻ ഹാദ, ഇത് ഏത് വീടാകുന്നു. ഓക്കെ, ബൈത്തിൻ എന്നത് മുദാഫുൻ ഇലൈഹിയാണ്. ഇനി അയ്യു എന്നത് മുഅറബാണ്. എല്ലാ അദവാത്തുൽ ഇസ്തിഫാം അഥവാ ചോദ്യം ചോദിക്കാനുള്ള എല്ലാ വാക്കുകളും എന്താണ്? എല്ലാം മബനിയാണ്. അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് മാറ്റം വരില്ല, മബനിയാണ്. എന്നാൽ അയ്യു അങ്ങനെയല്ല. അയ്യു മർഫു ആകും, മജ്റൂർ ആകും, മൻസൂബാകും. അയ്യ, അയ്യി, അയ്യു ഇങ്ങനെ വരും. ഓക്കെ,
ഇപ്പം മർഫു ആകുമ്പോൾ അയ്യു എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണം നോക്കാം. അയ്യു താലിബിൻ ഖറജ. ഇപ്പോൾ പുറത്തു പോയ വിദ്യാർത്ഥി ഏതാകുന്നു, ഏത് വിദ്യാർത്ഥിയാണ് പുറത്തു പോയത്, മർഫു. ഇനി മജ്റൂർ ആകുമ്പോൾ മിൻ അയ്യി ബലദിൻ അൻത, നീ ഏത് നാട്ടിൽ നിന്നാകുന്നു, മിൻ അയ്യി. ഓക്കെ, ബലദിൻ എന്നുള്ളത് മുലാഫിൻ ഇലൈഹി ആയിട്ട് വന്നിരിക്കുന്നു. ഫി അയ്യി ഫസ്ലിൻ ജലസ്ത, ഫി അയ്യി ഫസ്ലിൻ ജലസ്ത, നീ ഏത് ക്ലാസ്സിലാണ് ഇരുന്നത്. ഓക്കെ, ഇനി മൻസൂബായി വരുമ്പോൾ അയ്യ ലൊഗത്തിൻ തുഹിബു, നീ ഏത് ഭാഷയാണ് ഇഷ്ടപ്പെടുന്നത്. ഇവിടെ അയ്യ മൻസൂബായിട്ടാണ്, അതായത് മഫൂൽ ബിഹി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തുഹിബു എന്ന ഒരു ഫിഅൽ ബാധിച്ചിരിക്കുന്നത് ഏത് ഭാഷയെയാണ്, ഏത് ഭാഷ. ഓക്കെ, അപ്പോൾ ഇവിടെ അയ്യ എന്നുള്ളത് മഫൂൽ ബിഹി മുഖദ്ദമാണ് കേട്ടോ. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. അപ്പോൾ ഇവിടെ മഫൂൽ ബിഹി ആയി വന്നതുകൊണ്ട് അയ്യ എന്ന് വന്നു. ഓക്കെ, മൻസൂബാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അയ്യക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിലാക്കുക. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അൽ ഫിത്തിയത്തു, അസ്സലാമു അലൈക്കും. ഫിത്തിയത്തു എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതലുള്ള ചെറുപ്പക്കാർ. ഫത ചെറുപ്പക്കാരൻ, അൽ ഫിത്തിയത്തു ചെറുപ്പക്കാർ. അസ്സലാമു അലൈക്കും. ഹാമിദുൻ, ഹാമിദ് മറുപടി പറയാണ് വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, അഹദുൽ ഫിത്തിയത്തി ചെറുപ്പക്കാരിൽ ഒരാൾ, മുലാഫുൻ മുലാഫിൻ ഇലൈഹി. കൈഫ ഹാലുക യാ അമ്മി, ഓ അമ്മാവ നിങ്ങളുടെ അവസ്ഥ എന്താണ്. കൈഫ ഹാലുക, കൈഫ എന്ന് പറഞ്ഞാൽ ഇസ്തിഫാമിയാണ്. ഹാലു മുലാഫു മുലാഫിൻ ഇലൈഹി, ഹർഫു നിദാ മുനാദ മുലാഫു മുലാഫിൻ ഇലൈഹി. അപ്പോൾ ഹാമിദും പറഞ്ഞ് അന ബിഖൈർ വൽഹംദുലില്ലാഹ്. കൈഫ ഹാലുക്കും. മൻ അൻതും. അന ബിഖൈരിൻ, ഞാൻ ഖൈറിലാകുന്നു. അന മുബ്തദഅ ബിഖൈരിൻ ജാറുൻ വമജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ. വാവുൽ അത്ഫു അൽഹംദു മുബ്തദഅ ലില്ലാഹി ജാറുൻ വമജ്റൂറുൻ. അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതികളും അള്ളാഹുവിനാകുന്നു. കൈഫ ഹാലുക്കും, കൈഫ എന്നുള്ളത് ഇസ്തിഫാമിയാണ്. ഹാലു മുലാഫ് കും മുലാഫിൻ ഇലൈഹി. മൻ അൻതും, നിങ്ങളാരാണ്. മൻ ഇസ്തിഫാമിയാണ്. അൻതും എന്നുള്ളത് എന്താണ്, ലമീർ മുൻഫസില, നിങ്ങളാരാണ്. അഹദുഹും, അവരിലൊരാൾ. മുലാഫ് മുലാഫ് ഇലൈഹി, അവരിലൊരാൾ. നഹ്നു അബ്നാഉ ദുക്തൂരി മൂസ. നഹ്നു അബ്നാഉ ദുക്തൂരി മൂസ, ഞങ്ങൾ ഡോക്ടർ മൂസയുടെ ആൺമക്കളാകുന്നു. നഹ്നു മുബ്തദഅ, അബ്നാഉ ഖബർ, വഹുവ മുലാഫ്, അദ്ദുക്തൂരി മുലാഫുൻ ഇലൈഹി, ഡോക്ടറുടെ മക്കൾ. ഓക്കെ, മൂസ എന്ന പദം ബദലാണ്. ദുക്തൂർ എന്നുള്ളത് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മൂസ എന്ന ബദൽ കൊണ്ട് സാധിച്ചു. മൂസ എന്നുള്ള പദം ബദലാണ്. അവിടെ എന്തായിരുന്നു, സങ്കല്പിക്കാനേ പറ്റുള്ളൂ. ദുക്തൂരിക്ക് കെസ്റായതുകൊണ്ട് മൂസയും കെസ്റ ആവേണ്ടതാണ്. ഓക്കെ, മജ്റൂർ ആവേണ്ടതാണ്. പക്ഷേ അവിടെ മൂസ അലിഫിൽ അവസാനിക്കുന്ന നാമമായതുകൊണ്ട് അവിടെ ഹർക്കത്തിനെ സ്വീകരിച്ചില്ല. അടുത്തത് ഹാമിദ് പറയണം. ഹാമിദുൻ അഹ്ലൻ വസഹ്ലൻ വമർഹബൻ, അത് ഒരു തർഹീബ്, അതായത് സ്വാഗതം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഇതെല്ലാം മഫ്ഊൽ മുത്തലക്കാണ് കേട്ടോ. അഹ്ലൻ വസഹ്ലൻ മർഹബൻ ഒക്കെ മഫ്ഊൽ മുത്തലക്കാണ്. അബൂക്കും സ്വദീഖി, നിങ്ങളുടെ ഉപ്പ എൻ്റെ കൂട്ടുകാരനാകുന്നു. അബു മുബ്തദഅ വഹുവ മുലാഫ്, കും മുലാഫുൻ ഇലൈഹി. സദീഖു എന്നുള്ളത് ഖബറാണ്. വഹുവ മുലാഫ്, യാ മുത്തകല്ലിം മുലാഫുൻ ഇലൈഹി. ഐന അമ്മുക്കും അഷ്ശൈഖു ഈസ. ഐന അമ്മുക്കും അഷ്ശൈഖു ഈസ, നിങ്ങളുടെ അമ്മാവൻ ഷെയ്ഖ് ഈസ എവിടെയാകുന്നു. ഐന ഇസ്തിഫാമിയാണ്. അമ്മു മുലാഫ് മുലാഫുൻ ഇലൈഹി കും. അഷ്ശൈഖു എന്നുള്ളത് ബദലാണ്. ഈസ എന്നുള്ളതും ബദലാണ് കേട്ടോ. അമ്മിനെ, അമ്മ എന്നതാണ് മുബദൽ മിൻഹു. അമ്മിനെ ഒന്നും കൂടി വ്യക്തമാക്കാൻ അഷ്ശൈഖു ഈസ എന്നീ പദങ്ങൾ കൊണ്ട് സാധിച്ചു. ഓക്കെ, ബദലുകളാണ് കേട്ടോ. ഈസ അറിയാലോ, ഈസ എന്നുള്ളത് മറ്റേ അലിഫിൽ അവസാനിക്കുന്ന നാമമായതുകൊണ്ട് ഹർക്കത്തിനെ സ്വീകരിച്ചില്ല. അഹദുഹും, അവരിലൊരാൾ. ഹുവ മരീദുൻ, അവൻ രോഗിയാകുന്നു. ഹുവ മരീദുൻ മുബ്തദഅ ഖബർ. ഹുവൽ ആന ഫിൽ മുസ്തഷ്ഫ, അവനിപ്പോൾ ആശുപത്രിയിലാകുന്നു. ഹുവ എന്നുള്ളത് മുബ്തദഅ, അൽ ആന ലർഫാണ്. ഫിൽ മുസ്തഷ്ഫ ജാറുൻ വ മജ്റൂറുൻ ഖബർ.
ഹാമിദുൻ ഷഫാഹുല്ലാഹു, അള്ളാഹു ഷിഫ നൽകട്ടെ. ഷഫാഹുല്ലാഹു ശരിക്കും അത് ഫേലുൽ മാലിയാണ്. ഷഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷഫ എന്ന് പറഞ്ഞാൽ ഷിഫ നൽകി. ഷഫാഹു അവന്, അള്ളാഹുവിന് ഷിഫ നൽകി. അള്ളാഹു ഫായിലാണ്, ഷഫ എന്നുള്ളത് ഫേലാണ്. ഷഫാഹു അത് മഫ്ഊൽ ബിഹി മൻസൂബാണ്. ഓക്കെ, ഷഫാഹുല്ലാഹു അള്ളാഹുവിന് ഷിഫ നൽകി എന്നാണ്. പക്ഷേ ഇത് പ്രാർത്ഥനയുടെ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ജസാക്കല്ലാഹു എന്നൊക്കെ പറയാറില്ല എന്ന പോലെ. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രാർത്ഥനയാണ് കേട്ടോ. അള്ളാഹുവിന് ഷിഫ നൽകട്ടെ. മൻ ഹാദിഹി തിഫ്ലത്തുല്ലത്തി മഅകും, നിങ്ങളുടെ കൂടെയുള്ള യാതൊരു ചെറിയ പെൺകുട്ടി, ആ ചെറിയ പെൺകുട്ടി ആരാകുന്നു. മൻ ഇസ്തിഫാമിയ, ഹാദിഹി ഇസ്മുൽ ഇഷാറയാണ്. അത്തിഫ്ലത്തു എന്നുള്ളത് ബദലാണ്. അല്ലത്തി ഇസ്മു മൗസൂലയാണ്. മഅകും എന്നുള്ളത് സിലത്തുൽ മൗസൂൽ. മഅകും മഅ എന്നുള്ള ദർഫ്, കും എന്നുള്ളത് മുലാഫിൻ ഇലൈഹി, നിങ്ങളുടെ കൂടെ, നിങ്ങളോടൊപ്പം. അഹദുഹും അവരിലൊരാൾ, മുലാഫ് മുലാഫ് ഇലൈഹി. ഹിയ ഉഖ്തുന അവൾ ഞങ്ങളുടെ സഹോദരിയാകുന്നു. ഹിയ മുബ്തദ, ഉഖ്തു ഖബർ, വഹുവ മുലാഫ്, ന എന്നുള്ളത് മുലാഫുൻ ഇലൈഹി. ഹാമിദ് പറയാണ് മസ്മുഹ അവളുടെ പേരെന്താണ്. ഇസ്തിഫാമിയ മുലാഫു മുലാഫിൻ ഇലൈഹി. അഹദുഹും അവരിലൊരാൾ, ഇസ്മുഹ ലൈല അവളുടെ പേര് ലൈല എന്നാകുന്നു. ഇസ്മു മുബ്തദ വഹുവ മുലാഫ്, ലൈല എന്നുള്ളത് മുലാഫുൻ ഇലൈഹി. ഹാമിദുൻ ഐന ബൈത്തുക്കുമുൽ ജദീദു നിങ്ങളുടെ പുതിയ വീട് എവിടെയാകുന്നു. ഓക്കെ, ബൈത്തുക്കും ജദീദു അവിടെ ഐന ഇസ്തിഫാമിയ. ബൈത്തു എന്നുള്ളത് മുലാഫു മുലാഫിൻ ഇലൈഹി. അൽ ജദീദു എന്നുള്ളത് ബൈത്തിൻ്റെ നാട്ടാണ് കേട്ടോ. അവിടെ ബൈത്തു എന്നുള്ളത് ഞാൻ പാഠത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ, മുലാഫ് എപ്പോഴും മാരിഫയായിരിക്കും. അതുകൊണ്ട് തന്നെ മാരിഫയായതുകൊണ്ട് തന്നെ അൽ ജദീദു എന്ന് വന്നു. ഓക്കെ, ബൈത്തു എന്നുള്ളത് മാരിഫയായതുകൊണ്ട് അൽ ജദീദു അതിൻ്റെ നാത്തിനും മാരിഫയായി, അലിഫ്ലാം ചേർത്ത് മാരിഫ. ഓക്കെ, അഹദുഹും അവരിലൊരാൾ, ബൈത്തുന അൽ ജദീദു ഖരീബു മിനൽ മതാരി. ബൈത്തുനൽ ജദീദു ഖരീബു മിനൽ മതാരി ഞങ്ങളുടെ പുതിയ വീട് എയർപോർട്ടിൻ്റെ അടുത്താണ്. ഖരീബുൻ മിൻ അടുത്ത്. ഓക്കെ, ഖരീബുൻ മിൻ. അപ്പോൾ ഇവിടെ ബൈത്തു എന്നുള്ളത് മുബ്തദ വഹുവ മുലാഫ്, ന മുലാഫുൻ ഇലൈഹി. അൽ ജദീദു എന്നത് ബൈത്തുൻ്റെ നാത്താണ് കേട്ടോ. ഖരീബുൻ എന്നത് ഖബറാണ്. മിനൽ മതാരി ജാറുൻ മജ്റൂർ, അല്ലെങ്കിൽ മുതഅല്ലിഖും ബിൽ ഖബരി എന്നൊക്കെ പറയാം. അപ്പോൾ ഹാമിദ് പറയാണ് അൻതും ഫിൽ മദ്രസത്തി സാനവിയത്തി നിങ്ങളെല്ലാവരും, അൻതും നിങ്ങൾ സെക്കൻഡറി സ്കൂളിലാണോ. ഹംസത്തുൽ ഇസ്തിഫാമാണ്. അൻതും എന്നുള്ളത് ലമീറുൻ മുൻഫസിലാണ്. ഫിൽ മദ്രസത്തി ജാറുൻ വ മജ്റൂറുൻ. അസ്സാനവിയത്തി എന്നത് നഅത്താണ്. അഹദുഹും അവരിലൊരാൾ, ലാ നഹ്നു ബിൽ ജാമിഅത്തി ഞങ്ങൾ ജാമിയയിലാണ്, ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലാണ്. ഓക്കെ, ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലാണ്. ലാ എന്നുള്ളത് ഹർഫു നഫി. നഹ്നു മുബ്തദ, ബിൽ ജാമിഅത്തി ജാറുൻ വ മജ്റൂറുൻ, ശിബ്ഹു ജുംല ഖബർ. അനഫി കുല്ലിയത്തിൽ ഹന്ദസത്തി ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലാകുന്നു. അന മുബ്തദ, ഫി കുല്ലിയത്തി ജാറുൻ വ മജ്റൂറുൻ ഖബർ. കുല്ലിയത്തി മുലാഫ്, അൽ ഹന്ദസത്തി മുലാഫുൻ ഇലൈഹി. വ മഹ്മൂദുൻ ഫി കുല്ലിയത്തി തിബ്ബി മഹ്മൂദ് മെഡിക്കൽ കോളേജിലാകുന്നു. വാവുൽ അത്ഫ്. മഹ്മൂദുൻ മുബ്തദ, ഫി കുല്ലിയത്തി ജാറുൻ വ മജ്റൂറുൻ ഖബർ. കുല്ലിയത്തി മുലാഫാണ്. അത്തിബ്ബി മുലാഫുൻ ഇലൈഹി. വ ഇബ്രാഹിമു ഫി കുല്ലിയത്തി ശരീഅത്തി ഇബ്രാഹിം ശരിയ കോളേജിലാണ്, ഇസ്ലാമിക് ലോസ് ഒക്കെ പഠിപ്പിക്കുന്ന ശരിയ കോളേജിലാകുന്നു. ഇബ്രാഹിമു മുബ്തദ, അത് മംനു മിന സർഫാണ്, അതുകൊണ്ട് തൻവീനിനെ സ്വീകരിക്കുകയില്ല. ഫി കുല്ലിയത്തി ജാറുൻ വ മജ്റൂറുൻ ഖബർ. കുല്ലിയത്തി മുലാഫ്, അശ്ശരീഅത്തി മുലാഫുൻ ഇലൈഹി. വ യൂസഫു ഫി കുല്ലിയത്തി തിജാറത്തി യൂസഫ് ബിസിനസ് കോളേജിൽ, ബിസിനസ് അല്ലെങ്കിൽ കൊമേഴ്സ് കോളേജിൽ എന്നൊക്കെ പറയാം.
ഓക്കെ, കച്ചവടം. ഓക്കെ, യൂസുഫു മംനൂ മിന സർഫാണ് മുബത്തദ. ഫി കുല്ലിയത്തി ജാറുൻ വ മജ്റൂറുൻ ഖബർ. കുല്ലിയത്തി മുദാഫ് അത്തിജാറത്തി മുദാഫുൻ ഇലൈഹി. അപ്പോൾ ഹാമിദ് ചോദിക്കുകയാണ്, മൻ ദാലിക്കൽ ഫതല്ലദി ഫി സയ്യാറത്തിക്കും, നിങ്ങളുടെ കാറിലെ യാതൊരു ചെറുപ്പക്കാരൻ ആരാണ്? അൽ ഫത്ത എന്നുള്ളത് എന്താണ്? ബദലാണ് കേട്ടോ. അല്ലദി ഇസ്മു മൗസൂൽ ഫി സയ്യാറത്തിക്കും സില. മഹ്മൂദുൻ ഹുവ ജമീലി, അവൻ ഞങ്ങളുടെ സഹപാഠിയാകുന്നു. ഹുവ മുബ്തദ ജമീലു ഖബർ വഹുവ മുലാഫ് യാ മുതകല്ലിം മുലാഫുൻ ഇലൈഹി. ഹാമിദുൻ മിൻ ഐന ഹുവ, അവൻ എവിടെ നിന്നുള്ളതാ? ഏത് നാട്ടുകാരനാണെന്നർത്ഥം. ഓക്കെ, മഹ്മൂദുൻ ഹുവ മിൻ ഇംഗൽത്തറ, അവൻ ഇംഗ്ലണ്ടിൽ നിന്നാകുന്നു. ഹുവ മുബ്തദ മിൻ ഇംഗൽത്തറ ജാറുൻ വ മജ്റൂറുൻ ഖബർ. മസ്മുഹു, ഹാമിദുൻ ചോദിക്കുന്നു, ഖാല ഹാമിദുൻ മസ്മുഹു, അവൻ്റെ പേര് എന്താകുന്നു? ഇസ്മുഹു വില്യമു, അവൻ്റെ പേര് വില്യം എന്നാകുന്നു. മഹ്മൂദുൻ ഇസ്മു മുബ്തദ വഹുവ മുലാഫ്, ഹു എന്നുള്ളത് മുലാഫുൻ ഇലൈഹി, വില്യമു എന്നുള്ളത് ഖബറാണ്. മംനൂ മിന സർഫാണ് കേട്ടോ. ഇത് അനറബി നാമമായതുകൊണ്ട് മംനൂ മിന സർഫാണ്. അപ്പോൾ ഹാമിദ് വീണ്ടും ചോദിക്കുകയാണ്, ആ മുസ്ലിമുൻ ഹുവ, അവൻ മുസ്ലിമാണോ? ആ മുസ്ലിമുൻ ഹുവ, അവൻ മുസ്ലിമാണോ? മഹ്മൂദുൻ ലാ ഹുവ നസ്രാനിയുൻ, അല്ല അവൻ ക്രിസ്ത്യാനിയാകുന്നു. ലാ എന്നുള്ളത് ഹർഫു ജവാബ്, ഹർഫു നഫി. ഹുവ മുബ്തദ നസ്രാനിയുൻ ഖബർ കേട്ടോ. നസ്രാനിയു എന്ന് പറഞ്ഞാൽ സിംഗുലർ വേർഡാണ് കേട്ടോ, ഒരു ക്രിസ്ത്യൻ. അബൂഹു ഉസ്താദി, അവൻ്റെ ഉപ്പ ഞങ്ങളുടെ അധ്യാപകനാകുന്നു. അബു മുബ്തദ വഹുവ മുലാഫ്, ഹു എന്നുള്ളത് മുലാഫുൻ ഇലൈഹി. ഉസ്താദു ഖബർ വഹുവ മുലാഫ് യാ മുതകല്ലിം മുലാഫുൻ ഇലൈഹി. ഇസ്മുഹു അദ്ദുക്തൂറു ഇദ്വർദു, ഇസ്മുഹു ദുക്തൂറു ഇദ്വർദു, അവൻ്റെ പേര് ഡോക്ടർ എഡ്വർഡ് എന്നാകുന്നു. ഇസ്മുഹു മുബ്തദ വഹുവ മുലാഫ്, ഹു മുലാഫുൻ ഇലൈഹി. അദ്ദുക്തൂറു ഖബർ, ഇദ്വർദു എന്നുള്ളത് ബദലാണ്. ഓക്കെ, അദ്ദുക്തൂറു എന്ന മുബദൽ മിൻഹുവിനെ ഒന്നും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടി ഇദ്വർദു എന്ന ബദലിന് സാധിച്ചു. ഹാമിദ് പറയാണ്, അദഹബ്തും ഇലൽ മുസ്തഷ്ഫ ലിസിയാറത്തി അമ്മിക്കും അൽ യൗമ, അമ്മിക്കുമുൽ യൗമ, ഇന്ന് നിങ്ങളുടെ അമ്മാവനെ സന്ദർശിക്കാൻ നിങ്ങൾ ആശുപത്രിയിൽ പോയോ? ഓക്കെ, ദഹബ്തും നിങ്ങൾ പോയി, അദഹബ്തും നിങ്ങൾ പോയോ. ലൽ മുസ്തഷ്ഫ ലി എന്ന് പറഞ്ഞാൽ വേണ്ടി, സിയാറത്തി സന്ദർശിക്കാൻ, സിയാറത്തി സന്ദർശിക്കാൻ. ഓക്കെ, അമ്മിക്കും സിയാറത്തി അമ്മിക്കും, നിങ്ങളുടെ അമ്മാവനെ സന്ദർശിക്കാൻ. അല്യൗമ എന്നുള്ളത് ലോർഫാണ്. നഅം യൂസഫു നഅം ദഹബ്ന, അതെ ഞങ്ങൾ പോയി. നഅം എന്നുള്ളത് ഹർഫ് ജവാബാണ്, ദഹബ് ഫിഅലാണ്, നാ എന്നുള്ളതാണ് ഫാഇൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ലെസൺ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തമാരീനു, എക്സസൈസസ്. അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ, താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകണം. മൻ അൻതും, നിങ്ങൾ ആരാണ്? അപ്പോൾ നമ്മൾ എഴുതാം കേട്ടോ. നഹ്നു മുസ്ലിമൂന അല്ലെങ്കിൽ നഹ്നു മുസ്ലിമാത്തുൻ, ഞങ്ങൾ മുസ്ലിങ്ങളാകുന്നു. ഓക്കെ, സ്ത്രീകളാണെങ്കിൽ മുസ്ലിമാത്തുൻ. ഐന ബൈത്തുക്കും, നിങ്ങളുടെ വീട് എവിടെയാകുന്നു? അപ്പോൾ ബൈത്തുന എന്ന് പറയണം. ഞങ്ങളുടെ വീട് ഫി, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഏതാ ഇവിടെ കൊടുത്ത പോലെ എഴുതാം. ഖരീബു മിനൽ മദ്രസതി, അമാമൽ മുസ്തഷ്ഫ, ആശുപത്രിയുടെ മുന്നിൽ, അമാമൽ മസ്ജിദി, അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. മൻ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് ആരാണ്? റബ്ബുന അല്ലാഹു, റബ്ബുൻ അല്ലാഹു. മുലാഫ് മുബ്തദ മുലാഫ് മുലാഫിലേഹി അല്ലാഹു ഖബർ. മാ ലുഗത്തുക്കും, നിങ്ങളുടെ ഭാഷ ഏതാണ്? ലുഗത്തുന, ഞങ്ങളുടെ ഭാഷ മലയാളം അല്ലെങ്കിൽ അറബി, എങ്ങനെയെങ്കിലും എഴുതാം. ഐന മദ്രസത്തുക്കും, നിങ്ങളുടെ സ്കൂൾ എവിടെയാണ്? മദ്രസത്തുന ഖരീബുൻ മിൻ, എഴുതാം. ഖരീബുൻ മിൻ എവിടെയെന്ന് വെച്ചാൽ ഏതിൻ്റെ അടുത്താന്ന് വെച്ചാൽ എഴുതാം. ഓക്കെ, അടുത്തത് അൻതു മുസ്ലിമൂന, നിങ്ങൾ മുസ്ലിങ്ങളാണോ? നഅം നഹ്നു മുസ്ലിമൂന. ആഫി ബൈത്തിക്കും ഹദീഖത്തു, നിങ്ങളുടെ വീട്ടിൽ പൂന്തോട്ടം ഉണ്ടോ? നഅം ബൈത്തുന ഹദീഖത്തുൻ, അങ്ങനെ എഴുതാം. അഇൻദക്കും സയ്യാറത്തുൻ, നിങ്ങൾക്കൊരു കാറുണ്ടോ? അങ്ങനെ എഴുതാം.
നഅം ഇൻദന സയ്യാറത്തുൻ. ഇനി അല്ലെങ്കിൽ ലാ മാ ഇൻദന സയ്യാറത്തുൻ, ഞങ്ങൾക്ക് കാറില്ല. ഐന മുദർരിസുക്കും, നിങ്ങളുടെ അധ്യാപകൻ എവിടെയാണ്? മുദർരിസുന ഫിൽ ഫസ്ലി. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുതാം. അൻതും മുദർരിസൂന, നിങ്ങൾ അധ്യാപകരാണോ? നഅം നഹ്നു മുദർരിസൂന, അതെ ഞങ്ങൾ അധ്യാപകരാകുന്നു. ഇനി ഇഖ്റ വക്തുബ്, നീ വായിക്കണം, നീ എഴുതുകയും ചെയ്യണം. ഒന്ന്, നഹ്നു മുസ്ലിമൂന, ഞങ്ങൾ മുസ്ലിങ്ങളാകുന്നു. മുബത്തദ ഖബർ, അൽ ഇസ്ലാമു ദീനുന, ഇസ്ലാം ഞങ്ങളുടെ മതമാകുന്നു, ദീനാകുന്നു. അൽ ഇസ്ലാമു മുബത്തദ, ദീനു ഖബർ, വഹുവ മുലാഫ്, ന എന്നുള്ളത് മുലാഫിൻ ഇലൈഹി. വല്ലാഹു റബ്ബുന, അള്ളാഹു ഞങ്ങളുടെ റബ്ബും ആകുന്നു. വാവുൽ അത്ഫ്, അള്ളാഹു മുബത്തദ, റബ്ബു ഖബർ, വഹുവ മുലാഫ്, ന മുലാഫിൻ ഇലൈഹി. വ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുന, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ നബിയാകുന്നു. മുഹമ്മദുൻ മുബ്തദ, മറ്റേത് പ്രാർത്ഥനയാണ്. നബിയു ഖബർ, വഹുവ മുലാഫ്, ന എന്നുള്ളത് മുലാഫിൻ ഇലൈഹി. വൽ ഖുർആനു ദുസ്തൂറുന, ഖുർആൻ ഞങ്ങളുടെ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ ആകുന്നു. ഓക്കെ, പുതിയൊരു പദമാണ് കേട്ടോ. ദുസ്തൂർ എന്ന് പറഞ്ഞാൽ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ. അൽ ഖുർആനു മുബ്തദ, ദുസ്തൂറു ഖബർ, വഹുവ മുലാഫ്, ന മുലാഫിൻ ഇലൈഹി. വൽ കഅബത്തു ഖിബ്ലത്തുന, കഅബ ഞങ്ങളുടെ കിബിലയും ആകുന്നു. വാവുൽ അത്ഫ്, അൽ കഅബത്തു മുബ്തദ, ഖിബ്ലത്തു ഖബർ, വഹുവ മുലാഫ്, ന എന്നുള്ളത് മുലാഫിൻ ഇലൈഹി. അൽ അറബിയ്യത്തു ലുഗത്തുന, അറബി ഞങ്ങളുടെ ഭാഷയും ആകുന്നു. വാവുൽ അത്ഫ്, അൽ അറബിയ്യത്തു മുബ്തദ, ലുഗത്തു ഖബർ, വഹുവ മുലാഫ്, ന മുലാഫിൻ ഇലൈഹി. ഇനി രണ്ടാമത്തേത്, ഐന മുദർരിസുക്കും യാ ഇഖ്വാനു, ഓ സഹോദരന്മാരെ നിങ്ങളുടെ അധ്യാപകൻ എവിടെയാകുന്നു? അറിയാലോ, ക്വസ്റ്റ്യൻ ആണല്ലോ. നമ്മൾ ഐന ഇസ്തിഫാമിയ, മുദർരിസുക്കും മുലാഫ് മുലാഫിലേഹി, ഹർഫു നിദാ മുനാദ. ഖറജൽ ആന മിനൽ ഫസ്ലി വദഹബ ഇലൽ മുദീരി, അവനിപ്പോൾ പുറപ്പെട്ടു പ്രധാന അധ്യാപകൻ്റെ അടുത്തേക്ക് പോകുകയും ചെയ്തു. ഖറജ ഫിഅലാണ്, ഫായിലുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. അൽ ആന എന്നുള്ളത് ലർഫാണ്. മിനൽ ഫസ്ലി ജാറുൻ വ മജ്റൂറുൻ, അല്ലെങ്കിൽ മുതഅല്ലിഖുൻ ബിൽ ഫിഅലി. വാവുൽ അത്ഫ് ദഹബ ഫിഅലാണ്, ഫായിലുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. ഇലൽ മുദീരി ജാറുൻ വ മജ്റൂറുൻ മുതഅല്ലിഖുൻ ബിൽ ഫിഅലി. അടുത്തത്, ഫി അയ്യി ഷാരിഇൻ ബൈത്തുക്കും, ഏത് സ്ട്രീറ്റിലാണ്, ഏത് റോട്ടിലാണ് നിങ്ങളുടെ വീട്? കണ്ടോ, അയ്യി വന്നതിന് ശേഷം ഷാരിഇൻ മുലാഫിൻ ഇലൈഹി വന്നത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അയ്യി എന്നുള്ളത് ഹർഫ് ജറിന് ശേഷം വന്നതുകൊണ്ട് മജ്റൂറായിട്ടാണ് വന്നിരിക്കുന്നത്. ബൈത്തുക്കും മുലാഫ് മുലാഫിലേഹി. ബൈത്തുന ഫിഷാരി ഇല്ലദി അമാമൽ മഹ്കമതി. അൽ മഹ്കമതി എന്ന് പറഞ്ഞാൽ കോടതി കേട്ടോ. കോടതി, കോർട്ട്, പുതിയൊരു പദമാണ്. ദുസ്തൂറുൻ മഹ്കമത്തുൻ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഞങ്ങളുടെ വീട് അമാമൽ മഹ്കമത്തി, ഞങ്ങളുടെ വീട് ഫിഷാരി ഇല്ലതി അമാമൽ മഹ്കമത്തി, റോഡിൻ്റെ അല്ലെ കോടതിയുടെ മുന്നിലുള്ള യാതൊരു റോട്ടിലാകുന്നു. കോടതിയുടെ മുന്നിലുള്ള റോട്ടിലാകുന്നു. ബൈത്തു മുബത്തദ വഹുവ മുലാഫ്, ന മുലാഫിൻ ഇലൈഹി. ഫിഷാരി എന്നുള്ളതാണ് ഖബർ, ജാറുൻ വ മജ്റൂറുൻ ഖബർ. അല്ലദി എന്നുള്ളത് ഇസ്മു മൗസൂല നാത്താണ്, ഷാരിൻ്റെ ആണ് കേട്ടോ. അമാമ ലർഫാണ്, അൽ മഹ്കമത്തി മുലാഫിൻ ഇലൈഹി. അത് രണ്ടും കൂടി വരുന്നത് സിലയാണ് കേട്ടോ, സിലത്തുൽ മൗസൂലി. അടുത്തത്, അബൂന സദീഖു അമ്മിക്കും, ഞങ്ങളുടെ ഉപ്പ നിങ്ങളുടെ അമ്മാവൻ്റെ കൂട്ടുകാരനാകുന്നു. അബു മുബ്തദ വഹുവ മുലാഫ്, ന എന്നുള്ളത് മുലാഫിൻ ഇലൈഹി. അബു എന്നുള്ളത് എന്താണ്? അസ്മാ ഉൽ ഹംസയിൽപ്പെട്ടതാണ്, അതുകൊണ്ട് ഇലാഫത്ത് ചെയ്തപ്പോൾ ഒരു വാവ് കൂടുതൽ വന്നു. സദീഖു ഖബർ, ഞങ്ങളുടെ അമ്മാവൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ സദീഖു ഖബർ കൂടാതെ മുലാഫാണ്. അമ്മി മുലാഫിൻ ഇലൈഹി, വഹുവ മുലാഫ്, കും മുലാഫിൻ ഇലൈഹി. അൻതും മുദർരിസൂന, നിങ്ങൾ അധ്യാപകരാണോ? ഓക്കെ, ലാ നഹ്നു അതിബ്ബാഉ, അല്ല ഞങ്ങൾ ഡോക്ടർമാരാകുന്നു. ലാ ഹർഫു നഫി, നഹ്നു മുബ്തദ, അതിബ്ബാഉ ഖബർ. ഓക്കെ,
മംനു മിനസ്സർഫാണ് കേട്ടോ. തബീബുൻ എന്നതിൻ്റെ ജം ആണ് അതിബ്ബാഉ. അൻതും അബ്നാ ഉൽ മുദീരി, നിങ്ങൾ പ്രധാന അധ്യാപകൻ്റെ ആൺമക്കളാണോ? അബ്നാ ഉൽ മുദീരി മുലാഫ് മുലാഫിലേഹി. ലാ നഹ്നു ഹഫദത്തുഹു, അല്ല ഞങ്ങൾ അവൻ്റെ പേരക്കുട്ടികളാകുന്നു. ഹഫീദുൻ നമ്മളെ ഇതിലുണ്ട് കേട്ടോ. ഹഫീദുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരക്കുട്ടി. ഹഫീദുൻ എന്ന് പറഞ്ഞാൽ മകൻ്റെ മകൾ അല്ലെങ്കിൽ മകളുടെ മകൻ. ഹഫദത്തുൻ അതിൻ്റെ ജം ആണ്. ലാ ഹർഫു നഫി. നഹ്നു മുബ്തദഅ, ഹഫദതു ഖബർ വഹുവ മുലാഫ് ഹു മുലാഫുൻ ഇലൈഹി. മദ്രസതുനാ കബീറത്തുൻ വ മദ്രസതുകും സഗീറത്തുൻ, ഞങ്ങളുടെ മദ്രസ വലുതും നിങ്ങളുടെ മദ്രസ ചെറുതും ആകുന്നു. മദ്രസതു മുബ്തദഅ വഹുവ മുലാഫ്, നാ മുലാഫുൻ ഇലൈഹി. കബീറത്തുൻ ഖബർ, വാവുൽ അത്ഫ്. മദ്രസതു മുബ്തദഅ വഹുവ മുലാഫ്, ഖും മുലാഫുൻ ഇലൈഹി. സഗീറത്തുൻ ഖബർ. ലനാ ഹദീഖത്തുൻ ജമീലത്തുൻ ഫീ തിൽകൽ ഖറിയത്തി, ആ ഗ്രാമത്തിൽ ഞങ്ങൾക്ക് ഭംഗിയുള്ള പൂന്തോട്ടമുണ്ട്. അപ്പോൾ എന്തിനെ കുറിച്ചാണ് പറയണത്? ഹദീഖത്തുൻ. ഓക്കെ, അപ്പോൾ ഹദീഖത്തുൻ മുബ്തദഅ, ലന എന്നുള്ളതാണ് ഖബർ, ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ മുഖദ്ദം. ഹദീഖത്തുൻ മുബ്തദഅ മുഅഖർ, ജമീലത്തുൻ നഅത്ത്. ഫീ തിൽക എന്നുള്ളത് ജാറുൻ വ മജ്റൂറുൻ മുതഅല്ലിഖുൻ ബിൽ ഖബരി, അൽ ഖറിയത്തി ബദൽ. അഖൂന ത്വാലിബുൻ ഫീ കുല്ലിയത്തി തിബ്ബി, ഞങ്ങളുടെ സഹോദരൻ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയാകുന്നു. അഖു മുബ്തദഅ, അത് വഹുവ മുലാഫ്, നാ എന്നുള്ളത് മുലാഫിൻ ഇലൈഹി. അസ്മാഉൽ ഖംസയിൽ പെട്ടതായതുകൊണ്ട് ഇലാഫത്ത് ചെയ്തപ്പോൾ ഒരു വാവു വർദ്ധിച്ചു വന്നു. ത്വാലിബുൻ ഖബർ, ഫീ കുല്ലിയത്തി ജാറുൻ വ മജ്റൂറുൻ മുതഅല്ലിഖുൻ ബിൽ ഖബരി. കുല്ലിയത്തി മുലാഫു, അത്തിബ്ബി മുലാഫിൻ ഇലൈഹി. അൻതും അതിബ്ബാഉ, നിങ്ങൾ ഡോക്ടർമാരാണോ? ബഅ്ദുന അതിബ്ബാഉ വ ബഅ്ദുന മുഹന്ദിസൂന, ഞങ്ങളിൽ ചിലർ ഡോക്ടർമാരും ഞങ്ങളിൽ ചിലർ എഞ്ചിനീയർമാരുമാകുന്നു. ബഅ്ദു മുബ്തദഅ വഹുവ മുലാഫ്, നാ മുലാഫുൻ ഇലൈഹി. അതിബ്ബാഉ ഖബർ, വാവുൽ അത്ഫ്. ബഅ്ദു മുബ്തദഅ വഹുവ മുലാഫ്, നാ മുലാഫുൻ ഇലൈഹി. മുഹന്ദിസൂന ഖബർ. അല്ലാഹു റബ്ബുന വ റബ്ബുക്കും, അള്ളാഹു ഞങ്ങളുടെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവുമാകുന്നു. അല്ലാഹു മുബ്തദഅ, റബ്ബു ഖബർ, വഹുവ മുലാഫ്, നാ മുലാഫുൻ ഇലൈഹി. വാവുൽ അത്ഫ്. റബ്ബു എന്നുള്ളത് മഅതൂഫുൻ അല റബ്ബു, ആദ്യത്തെ റബ്ബിലേക്ക് അത്ഫ് ചെയ്തു. വഹുവ മുലാഫ്, കും മുലാഫുൻ ഇലൈഹി. ഐന ദഹബ്തും യാ ഇഖ്വാനു, ഓ സഹോദരന്മാരെ നിങ്ങൾ എങ്ങോട്ടാണ് പോയത്? ദഹബ്നാ ഇല സൂഖി, ഞങ്ങൾ അങ്ങാടിയിലേക്കാണ് പോയത്. ദഹബ് ഫിഅലാണ്, നാ ഫാഇൽ, ഇല സൂഖി ജാറുൻ വ മജ്റൂറുൻ മുതഅല്ലിഖുൻ ബിൽ ഫിഅലി. ഓക്കെ, ഇനി മൂന്നാമത്തേത് അലിഫ് തറ നീ ചേർക്കുക. താഴെ തന്നിട്ടുള്ള ഇസ്മുകളെ ചേർക്കണം. ഇല ലൊമാഇരി, ലൊമീറിലേക്ക്. കമാ ഹുവ മുവല്ലഹുൻ ഫിൽ മിസാലി, ഉദാഹരണത്തിൽ വ്യക്തമാക്കിയതുപോലെ. ബൈത്തുൻ വീട്, ബൈത്തുക്കും നിങ്ങളുടെ വീട്, ബൈത്തുന ഞങ്ങളുടെ വീട്. ഇതേപോലെ ഉമ്മുൻ ഉമ്മുക്കും, ഉമ്മുന. അമ്മുൻ അമ്മുക്കുൻ, അമ്മുക്കും അമ്മുന. സദീഖുൻ സദീഖുക്കും, സദീഖുന. നിങ്ങളുടെ കൂട്ടുകാരൻ ഞങ്ങളുടെ കൂട്ടുകാരൻ. മദ്രസത്തുൻ മദ്രസത്തുക്കും, മദ്രസത്തുന. ഉഖ്തുൻ ഉഖ്തുക്കും, ഉഖ്തുന. ലുഗത്തുൻ ലുഗത്തുക്കും, നിങ്ങളുടെ ഭാഷ, ലുഗത്തുന ഞങ്ങളുടെ ഭാഷ. ദീനുൻ ദീനുക്കും, ദീനുന. അബുൻ അബൂക്കും, ഒരു വാവ് കൂടണേ, അബൂന. അഹുൻ അഹൂക്കും, അഹൂന, അതിലും ഒരു വാവ് കൂടുതൽ വരും. ഓക്കെ, അസ്മാഉൽ ഖംസ ആയതുകൊണ്ട്. അടുത്തത് ഇഖ്റ, നീ വായിക്കുക. അയ്യു യൗമിൻ ഹാദാ, ഇത് ഏത് ദിവസമാണ്? അയ്യു യൗമിൻ ഹാദ, യൗമിൻ എന്നുള്ളത് മുലാഫിൻ ഇലൈഹി ആയിട്ട് വന്നിട്ട് ശ്രദ്ധിക്കുക. ഹാദ യൗമുസ്സബ്തി, ശനിയാഴ്ചയാണ്. ഹാദ മുബ്തദഅ, യൗമു ഖബർ, വഹുവ മുലാഫ്, അസ്സബ്തി മുലാഫിൻ ഇലൈഹി. അയ്യു ഷഹരിൻ ഹാദ, ഇത് ഏത് മാസമാകുന്നു? ഷഹറിൻ എന്നുള്ളത് മുലാഫിൻ ഇലൈഹി, ശ്രദ്ധിക്കുക. ഹാദ ഷഹറു റജബിൻ, ഇത് റജബ് മാസമാകുന്നു. ഹാദ മുബ്തദഅ, ഷഹറു ഖബർ, വഹുവ മുലാഫ്, റജബിൻ മുലാഫിൻ ഇലൈഹി.
അയ്യു കുല്ലിയത്തിൻ ഹാദിഹി, ഇത് ഏത് കോളേജ് ആകുന്നു? ഹാദിഹി കുല്ലിയത്തു തിജാറത്തി, തിജാറത്തി ഇത് ബിസിനസ് കോളേജ് ആകുന്നു. ഹാദിഹി മുബ്തദ കുല്ലിയത്തു ഖബർ വഹുവ മുളഫ് തിജാറത്തി മുളാഫിൻ ഇലൈഹി. ഫി അയ്യി മദ്രസത്തിൻ അന്ത, നീ ഏത് മദ്രസയിലാകുന്നു? ഏത് മദ്രസയിൽ ആകുന്നു? അനഫിൽ മദ്രസത്തിൽ മുത്തവസ്സിത്വത്തി, ഞാൻ സെക്കൻഡറി സ്കൂളിൽ, മുത്തവസ്സിത്വത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ സ്കൂളിലാകുന്നു. അന മുബ്തദ ഫി മദ്രസത്തി ജാറുൻ വ മജ്റൂറുൻ ഖബർ. അൽ മുത്തവസ്സിത്വത്തി എന്നുള്ളത് നാത്താണ് കേട്ടോ, മദ്രസത്തി എന്നതിൻ്റെ നാത്താണ്. മിൻ അയ്യി ബലദിൻ അന്ത യാ ഉഖ്തു, ഓ സഹോദരി നീ ഏത് നാട്ടിൽ നിന്നാകുന്നു? അന മിനൽ യൂനാനി, ഞാൻ ഗ്രീസിൽ നിന്നാകുന്നു. അന മുബ്തദ മിനൽ യൂനാനി ജാറുൻ വ മജ്റൂറുൻ ഖബർ. ഇനി റീഡ് ആൻഡ് റൈറ്റ് ഇഖ്റ വക്തുബ്. അതായത് അനറബി നാമങ്ങൾ, കുറേ അനറബി നാമങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമ്മളതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ഇതൊക്കെ മംനു മിന സർഫുകളാണ് കേട്ടോ, ആജമിയു എന്നൊക്കെ പറയും. ഫോറിൻ നെയിംസ്: വില്യമു, എഡ്വർഡു, എഡ്വർഡ്, വില്യം. ലണ്ടനു, ലണ്ടൻ. പാരീസു, പാരീസ്. പാകിസ്ഥാനു, പാകിസ്ഥാൻ. ഇസ്താംബൂലു, ഇസ്താംബുൾ, മറ്റേ തുർക്കിൻ്റെ രാജ്യം. ഇബ്രാഹീമു, ഇസ്മായിലു, ഇസ്ഹാഖു, യാക്കൂബു, അയ്യൂബു, സുലൈമാനു, ദാവൂദു, യൂനുസു, ഇദ്രീസു, ജിബിരീലു, അതൊക്കെ മംനു മിന സർഫാണ് കേട്ടോ. മീഖായിലു, ഫിർഔനു ഒക്കെ വായിച്ച് മനസ്സിലാക്കുക. ഇനി ആറാമത്തേത് ഇഖ്റ അൽ മിസാല, നീ ഉദാഹരണം വായിക്കണം. സുമ്മ ഹവ്വിലിൽ ജുമലൽ ആതിയത്ത മിസ്ലഹു, എന്നിട്ട് താഴെ തന്നിട്ടുള്ള വാചകങ്ങളെ ഉദാഹരണത്തിലേതുപോലെ മാറ്റണം. അൻത ദഹബ്ത ഇലൽ മദ്രസത്തി, നീ സ്കൂളിലേക്ക് പോയി. അൻത ദഹബ്ത. ഓക്കെ, ഇവിടെ ജുംലത്തുൽ ഇസ്മിയാണ്. അൻത മുബ്തദ ദഹബ്ത ഇലൽ മദ്രസത്തി ഖബറാണ്. ജുംലത്തുൽ ഫിഅലിയ ഖബറായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി അത് പറയുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ, അതിനി ബഹുവചനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അൻതും ദഹബ്തും ഇലൽ മദ്രസത്തി, നിങ്ങൾ സ്കൂളിലേക്ക് പോയി. അൻതും മുബ്തദ ദഹബ്തും ഇലൽ മദ്രസത്തി എന്ന ജുംലത്തുൽ ഫിഅലിയ ഖബറായിട്ട് വന്നിരിക്കുകയാണ്. അൻത ഖറജ്ത മിനൽ ഫസ്ലി, നീ ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് പോയി, പുറപ്പെട്ടു. അൻതും ഖറജ്തും മിനൽ ഫസ്ലി, ബഹുവചനമാക്കുമ്പോൾ അൻതും ഖറജ്തും. അൻത ജലസ്ത ഫിൽ ഫസ്ലി, നീ ക്ലാസ്സിൽ ഇരുന്നു. അൻതും ജലസ്തും ഫിൽ ഫസ്ലി. ഐന ദഹബ്ത യാ അഖി, ഓ എൻ്റെ സഹോദര നീ എവിടേക്കാണ് പോയത്? ഐന ദഹബ്തും യാ ഇഖ്വാനി, ഓ എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ എവിടേക്കാണ് പോയത്? ലിമാദാ ഖറജ്ത മിനൽ ഫസ്ലി യാ വലദു, ഓ ആൺകുട്ടി എന്തുകൊണ്ടാണ് നീ ക്ലാസ് റൂമിൽ നിന്നും പുറത്തേക്ക് പോയത്? ഓക്കെ, ലിമാദാ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്. ലിമാദാ ഖറജ്തും മിനൽ ഫസ്ലിയ ഔലാദു, ആൺകുട്ടികളെ നിങ്ങൾ എന്തുകൊണ്ടാണ് ക്ലാസ്സിൽ നിന്ന് പുറത്തു പോയത്? ഇനി അൽ കലിമാത്തുൽ ജദീദത്തു, പുതിയ പദങ്ങൾ. അൽ ഹഫീദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹഫീദ് നമ്മൾ പറഞ്ഞതാണ് പേരക്കുട്ടി. ഇബനുൽ ഇബിനി, മകൻ്റെ മകൻ. അവി അല്ലെങ്കിൽ അവി ബനുൽ ബിന്തി, മകളുടെ മകൻ. അതിൻ്റെ ബഹുവചനം ഹഫദത്തുൻ. പിന്നെ കുല്ലിയത്തുൻ, കുല്ലിയാത്തുൻ, കോളേജുകൾ. കുല്ലിയത്തു തിബി, മെഡിക്കൽ കോളേജ്. കുല്ലിയത്തു ശരിയാത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയ കോളേജ്. കുല്ലിയത്തുൽ ഹന്ദസത്തി, എഞ്ചിനീയറിംഗ് കോളേജ്. കുല്ലിയത്തു തിജാരി, കൊമേഴ്സ് കോളേജ്. അദ്ദുസ്തൂറു, ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ. അൽ അഹു, സഹോദരൻ. അതിൻ്റെ രണ്ട് ബഹുവചനമുണ്ട്, ഇഖ്വത്തുനും ഇഖ്വാനും, സഹോദരന്മാർ. അഹ്ലൻ വസഹ്ലൻ വമർഹബൻ, അതൊക്കെ വെൽക്കം ചെയ്യാനുള്ള പദങ്ങൾ. കലിമത്തു തർഹീബ്, ഇവിടെ മഫൂൽ മുത്തലക്കായിട്ടാണ് അത് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. അൽ യൂനാനു എന്ന് പറഞ്ഞാൽ ഗ്രീസ്. നസറാനിയുൻ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി. നസോറ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ. അതിൻ്റെ ബഹുവചനമാണ് നസോറ. ഇനി ഇതിൽ പ്രധാനപ്പെട്ടത് അദ്ദീനു, മതം, അറിയാലോ. പിന്നെ എല്ലാ കാര്യങ്ങളും അൽ മഹ്കമത്തു എന്ന് പറഞ്ഞാൽ കോടതി, അതും ഒരു പ്രധാനപ്പെട്ട പദമാണ്. യൗമുസ്സബത്തി, സാറ്റർഡേ, ശനിയാഴ്ച. റജബ് എന്ന് പറഞ്ഞാൽ മന്ത് ഓഫ് റജബ്. ഖിബിലത്തുൻ അറിയാലോ, ഖിബില. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നന്നായി പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.